ആ സ്വിച്ചിട്ടോ. ഇതിൽ ലൈറ്റ് മാത്രമല്ല കേട്ടോ, മിക്സിയും കട്ടറും എല്ലാം ലോഡാവുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ ടെക്കിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സൂപ്പർ ടെക്ക് കൈകാര്യം ചെയ്യുന്ന വിഷയം പവർ കട്ടാണ്. എത്ര കാലമായി അച്ഛനൊരു ഇൻവെർട്ടർ വാങ്ങാൻ പറഞ്ഞിട്ട്? എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വീട്ടിൽ കറണ്ട് പോയാൽ മണ്ണെണ്ണ വിളക്കുകളെയാണ് ആശ്രയിച്ചിരുന്നത്. കാലം കുറച്ച് കടന്നുപോയപ്പോൾ ആ സ്ഥാനത്തേക്ക് എമർജൻസി ലൈറ്റുകൾ വന്നെത്തി. എന്നാൽ എമർജൻസി ലൈറ്റുകൾക്ക് അധികകാലം കത്തി നിൽക്കാൻ ഇടം കൊടുക്കാതെ ചില വീടുകളിലൊക്കെ ഇൻവെർട്ടറുകൾ കൂടി കടന്നു വന്നു. എമർജൻസി ലൈറ്റ് 1500 രൂപയ്ക്ക് വാങ്ങാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇൻവെർട്ടറുകൾക്ക് 17,000 മുതൽ 25,000 രൂപ വരെ മുടക്കണം. ഇത്രയും രൂപ മുടക്കി ഇൻവെർട്ടർ വെക്കുക എന്നുള്ളത് സാധാരണക്കാർക്ക് ഇക്കാലത്ത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും വലിയ തുകയ്ക്ക് ഇൻവെർട്ടറുകൾ വാങ്ങിക്കാൻ സാധിക്കാത്തവർക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ വീട്ടിലെ ലൈറ്റുകളും അത്യാവശ്യം വേണ്ട ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാവുന്ന സംവിധാനമാണ് സൂപ്പർ ടെക് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു UPS ആണെന്ന് മനസ്സിലായല്ലോ. കറണ്ട് പോകുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഓഫ് ആവാതിരിക്കാനാണ് നമ്മൾ UPS ഉപയോഗിക്കാറുള്ളത്. ഒരു UPSന്റെ ശരാശരി വർക്കിംഗ് ടൈം 10 മുതൽ 15 മിനിറ്റ് വരെയാണ്. അതിന് കാരണം വളരെ കുറഞ്ഞ കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ് UPSൽ ഉപയോഗിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടി കൂടിയ കപ്പാസിറ്റിയുള്ള ബാറ്ററി ഉപയോഗിച്ചാൽ കമ്പ്യൂട്ടർ മാത്രമല്ല വീട്ടിലെ മിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഒരുപാട് സമയം നമുക്കിതിൽ പ്രവർത്തിപ്പിക്കാം. ഇനി നമുക്ക് UPS ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ടെക്നോളജികളും ടിപ്സുകളും ട്രിക്കുകളൊക്കെ ആയിരിക്കും ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എങ്കിലേ നിങ്ങൾക്ക് കണക്ഷനും മറ്റു കാര്യങ്ങളും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അറിയാനും സാധിക്കും. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് UPSനകത്തുള്ള കപ്പാസിറ്റി കുറഞ്ഞ ബാറ്ററി എടുത്തു മാറ്റുക എന്നുള്ളതാണ്. UPS അഴിച്ച ശേഷം ഇതിൻ്റെ ബോർഡിലോ സർക്യൂട്ടിലോ നമുക്കൊരു മാറ്റവും വരുത്താനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ടെക്നീഷ്യൻ ആവുകയോ നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ചിരിക്കണമെന്ന ഒരു നിർബന്ധവുമില്ല. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇൻവെർട്ടറുകൾക്ക് ഉപയോഗിക്കുന്ന അതേ പാർട്സുകളാണ് UPSകൾക്കും ഉണ്ടാകാറുള്ളത്. ഒരു ട്രാൻസ്ഫോമറും ഒരു ബോർഡും. UPSകൾക്ക് ബാറ്ററി അതിനോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം. 12 വോൾട്ട് 7H ബാറ്ററിയാണ് മിക്ക UPSകൾക്കും ഉണ്ടാകാറുള്ളത്. കറണ്ട് പോകുന്ന സമയങ്ങളിൽ ബാറ്ററിയിൽ ചാർജ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന DC കറണ്ടിനെ സർക്യൂട്ടുകളും ട്രാൻസ്ഫോമറുകളും ഉപയോഗിച്ച് AC കറണ്ടാക്കി മാറ്റുക എന്നതാണ് UPSും ഇൻവെർട്ടറും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ UPS അഴിച്ചു, അതിലുണ്ടായിരുന്ന ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് UPSനകത്തുണ്ടായിരുന്ന ബാറ്ററിയുമായി കണക്ട് ചെയ്തിരുന്ന വയർ അത് ഡിസോൾഡർ ചെയ്ത് ഒഴിവാക്കുകയാണ്. കപ്പാസിറ്റി കൂടിയ ബാറ്ററിയുമായി കണക്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് ഉള്ള വയർ നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടി വരും. നമ്മൾ വയർ തിരഞ്ഞെടുക്കുമ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിന് വേണ്ടി റെഡ് കളറും നെഗറ്റീവ് ടെർമിനലിന് വേണ്ടി ബ്ലാക്ക് വയറും തിരഞ്ഞെടുക്കുക. മിനിമം 2 സ്ക്വയർ കേജുള്ള വയറെങ്കിലും തിരഞ്ഞെടുക്കുക. വയർ മാറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, ബോർഡിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ മാറാതിരിക്കുക. ഇവിടെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പോസിറ്റീവും നെഗറ്റീവും മാറി ബാറ്ററിയുമായി കണക്ട് ചെയ്താൽ UPS ഡാമേജ് ആകും. ചിലപ്പോൾ സർവീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഡാമേജ് മാറാൻ സാധ്യതയുണ്ട്. സോൾഡറിംഗ് എല്ലാം കഴിഞ്ഞെങ്കിൽ UPSനകത്തു നിന്നും വയർ നമുക്ക് പുറത്തേക്ക് എടുക്കണം. അതിനുവേണ്ടി UPSന്റെ പുറകുവശത്തായി 2 ഹോളുകൾ ഉണ്ടാക്കണം. ഈ ഹോളിലൂടെ നമുക്ക് വയർ പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വയർ സോൾഡർ ചെയ്യാൻ വേണ്ടി അഴിച്ചെടുത്ത ബോർഡ് UPSന്റെ ബോക്സിൽ തന്നെ ഫിറ്റ് ചെയ്യണം. കപ്പാസിറ്റി കൂടിയ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള വയർ പുറത്തേക്ക് എടുക്കുന്ന ജോലി മാത്രമേ UPSനകത്ത് ചെയ്യാനുള്ളൂ. വേറെ ഒരു മാറ്റവും ഇതിൽ വരുത്താനില്ല. ഒരു ടെക്നീഷ്യൻ്റെയും സഹായമില്ലാതെ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബാറ്ററി ടെർമിനലുമായി കണക്ട് ചെയ്യാനുള്ള ക്ലിപ്പാണ്. അത്യാവശ്യം ലോഡ് എടുക്കുന്നത് കൊണ്ട് സ്ട്രെങ്ത്തും ടൈറ്റുമുള്ള ബാറ്ററി ക്ലിപ്പുകളോ ക്ലാമ്പുകളോ തിരഞ്ഞെടുക്കാം. വലിയ ബാറ്ററി ആണെങ്കിൽ ഇതുപോലുള്ള ക്ലാമ്പുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. UPSൽ നിന്നും പുറത്തേക്കെടുത്ത വയറുമായി ഈ ക്ലിപ്പുകൾ സോൾഡർ ചെയ്യണം. ഇവിടെയും പോസിറ്റീവും നെഗറ്റീവും മാറാതെ സോൾഡർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അറിയാവുന്ന ആളുകൾക്ക് പോലും ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് മാറി ബാറ്ററിയുമായി കണക്ട് ചെയ്താൽ ചിലപ്പോൾ കത്തിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. ക്ലിപ്പുകൾ സോൾഡർ ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ ജോലി കഴിഞ്ഞു. ഇൻവെർട്ടർ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഇൻവെർട്ടറിൽ എത്രത്തോളം ലോഡ് കപ്പാസിറ്റി ഉണ്ടെന്നും ഏതെല്ലാം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇലക്ട്രിക് ഉപകരണങ്ങളും ഇതിൽ ലോഡ് എടുക്കുമെന്ന് നോക്കാം. ഒരു ശരാശരി സാധാരണക്കാരൻ്റെ വീട്ടിൽ 8 മുതൽ 12 ലൈറ്റുകളെങ്കിലും ഉണ്ടാകും. ഇതിൽ വളരെ അത്യാവശ്യമായി 6 or 8 ലൈറ്റുകളെങ്കിലും ഓൺ ചെയ്തിടേണ്ടി വരും. നമ്മുടെ ഇൻവെർട്ടറിൽ ഒരേ സമയം 10 ലൈറ്റുകളാണ് കത്തിച്ചു നോക്കാൻ പോകുന്നത്. UPSകൾക്ക് 300 വാട്ട്സ് മുതൽ 500 വാട്ട്സ് വരെയാണ് ലോഡ് കപ്പാസിറ്റി.
LED ലൈറ്റുകളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫിലമെന്റ് ലൈറ്റുകൾ 60 വാട്ട്സും 100 വാട്ട്സ് വരെ ലോഡ് എടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന LED ലൈറ്റുകൾക്ക് 8 വാട്ട്സ് മാത്രമാണ് കറണ്ട് എടുക്കുന്നത്. അതുകൊണ്ട് 100 വാട്ട്സിന്റെ ഒരു ലൈറ്റ് കത്തുന്ന സ്ഥാനത്ത് 8 വാട്ട്സിന്റെ 12 LED ലൈറ്റുകൾ വരെ ഈ UPSൽ നമുക്ക് കത്തിക്കാം. ലൈറ്റ് കൂടാതെ മറ്റേതെല്ലാം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇലക്ട്രിക് ഉപകരണങ്ങളും ഈ ഇൻവെർട്ടറിൽ ലോഡാകുമെന്ന് നോക്കാം. ഈ നമ്മൾ ലോഡ് ചെയ്യാൻ പോകുന്നത് 60 വാട്ട്സിന്റെ ഒരു ഫാനാണ്. അടുത്തതായി നമ്മൾ വർക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത് മിക്സിയാണ്. നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്ന ഉപകരണങ്ങളിൽ ഒന്നാണ് മിക്സി. 500 വാട്ട്സ് മുതൽ 750 വാട്ട്സ് വരെയുള്ള മിക്സികളാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാറുള്ളത്. ഇനി നമ്മൾ വർക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു കട്ടിംഗ് മെഷീനാണ്. ഈ കട്ടിംഗ് മെഷീൻ ഈ ഒരു ഇൻവെർട്ടർ ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. യൂട്യൂബിൽ പല ടെക് ചാനലുകളും ഒരുപാട് ഉടായ്പ വീഡിയോകളുമായി വരാറുണ്ട്. ഒരു UPSൽ ഇത്രയൊക്കെ ലോഡ് എടുക്കുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സംശയം ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ബാറ്ററി ടെർമിനലിൽ നിന്നും നേരിട്ട് കണക്ഷൻ ഒഴിവാക്കുന്നത്. ഇനി നമ്മൾ കണക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് LED ടെലിവിഷനാണ്. 40 വാട്ട്സ് മുതൽ 60 വാട്ട്സ് വരെയാണ് ഒരു ടെലിവിഷൻ എടുക്കുന്ന ലോഡ്. പഴയ CRT TVകൾ 100 മുതൽ 150 വാട്ട്സ് വരെ ലോഡ് എടുക്കുമായിരുന്നു. എന്നാൽ LED TVകൾ 60 വാട്ട്സ് മാത്രമാണ് ലോഡ് എടുക്കുന്നത്. കാലം മാറിയപ്പോൾ ടെക്നോളജിയിലും വലിയ മാറ്റങ്ങളുണ്ടായി. ഇന്ന് നമ്മുടെ വീടുകളിലെ മിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വളരെ കുറഞ്ഞ വാട്ട്സിലും കറണ്ടിലുമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 500 വാട്ട്സിൻ്റെ ഒരു ഇൻവെർട്ടർ ആണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ അത്യാവശ്യം വേണ്ട എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാം. ഇനി നമുക്ക് ടിവിയും ഫാനും ലൈറ്റും DVD പ്ലെയറും ഒരേ സമയം ലോഡ് ചെയ്ത് നോക്കാം. ഇത്രയും ഉപകരണങ്ങൾ ഒരേ സമയം ലോഡ് എടുക്കുവാനുള്ള കപ്പാസിറ്റി ഈ ഇൻവെർട്ടറിനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഡ് ഓവർലോഡ് ആണെങ്കിൽ UPS ആയാലും ഇൻവെർട്ടർ ആയാലും ഓഫ് ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഈ UPS എത്ര സമയം വരെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഡും ബാറ്ററി കപ്പാസിറ്റിക്കും അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടൈമിംഗ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ കറണ്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട ലൈറ്റുകളെങ്കിലും കത്തിക്കാനുള്ളൊരു സംവിധാനമാണ് വേണ്ടത്. 40H ഉള്ള ഈ ചെറിയ ബാറ്ററിയിൽ ലൈറ്റുകൾ മാത്രമാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ 1.5 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കാം. ഞാനിതിൽ മിക്സിയും കട്ടറും എല്ലാം ലോഡ് ചെയ്ത് കാണിച്ചത് UPSൻ്റെ ലോഡ് കപ്പാസിറ്റി കാണിക്കാൻ വേണ്ടിയാണ്. ഇത്രയും കുറഞ്ഞ ബജറ്റിൽ നമ്മളൊരു ഇൻവെർട്ടർ ചെയ്യുമ്പോൾ ലൈറ്റുകളെ മാത്രം ആശ്രയിക്കുക. രാത്രികാലത്ത് കറണ്ട് പോകുന്ന സമയങ്ങളിൽ നമ്മുടെ വീടുകളിലുള്ള കുട്ടികൾക്ക് പഠിക്കാനും അമ്മമാർക്ക് അടുക്കളയിൽ ജോലി ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഈ ഇൻവെർട്ടറിനെ ഉപയോഗപ്പെടുത്താം. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഷോപ്പ് തുടങ്ങിയവർക്കും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ വഴിയോര കച്ചവടക്കാർക്കും ഇതുപോലെ ചെറിയ ചെലവിൽ ഒരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ UPS ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രാപ്പ് ഷോപ്പുകളിലോ കമ്പ്യൂട്ടർ ഷോപ്പുകളിലോ ചെന്നാൽ 200-300 രൂപയ്ക്ക് പഴയ UPS കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഇനി പഴയ UPS കിട്ടാത്തവർ പുതിയൊരു UPS വാങ്ങിയാൽ പോലും 40H ബാറ്ററി ഉൾപ്പെടെ 6000 രൂപയ്ക്ക് താഴെ മാത്രമേ ചിലവ് വരൂ. ഇങ്ങനെയൊരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം ബാറ്ററി പൂർണ്ണമായും ഡൗൺ ആകാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് മറ്റൊരു എലിമിനേറ്ററിന്റെ സഹായത്തോടു കൂടി ചാർജ് ചെയ്യേണ്ടി വരും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ടെക്നോളജികളും എക്സ്പെരിമെന്റും നിറഞ്ഞ വീഡിയോ കാണാൻ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടി അമർത്തിക്കോ. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും മറക്കരുത്. ഫ്രണ്ട്സ്, അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് എല്ലാവർക്കും വീണ്ടും കണ്ടുപിട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ അനൂപലം പറ്റിനോടൊപ്പം സജിത് കൊല്ലേരി. ഞങ്ങൾ ചെയ്ത ഒരു സ്മാർട്ട് ഇലക്ട്രിക് ബൈക്കിന്റെ വീഡിയോ കൂടി ഈ ചാനലിലുണ്ട്. ഈ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യൂ.